ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ റേഷ്യോ അഥവാ അംശബന്ധം എന്ന ചാപ്റ്ററിലെ 2ാമത്തെ ഭാഗമാണ്. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റ് ഈസ്റ്റ് വിഡ്ത്ത് 1:2 ആണ് തന്നിട്ടുണ്ട്. ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വശങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഹൈറ്റ് ഈസ്റ്റ് വിഡ്ത്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതാണല്ലോ ഹൈറ്റ്, ഇത് വിഡ്ത്തുമാണ് അല്ലേ. അപ്പോൾ ഹൈറ്റ് 1 ആണെങ്കിൽ വിഡ്ത്ത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇതാണല്ലോ തന്നിരിക്കുന്നത്. പിന്നെ ഏരിയ സ്ക്വയർ സെൻറ്റിമീറ്ററിലായതുകൊണ്ട് രണ്ടും സെൻറ്റിമീറ്ററിലുമാണ്. പക്ഷേ ഇതിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെ? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറഞ്ഞാൽ പാദം ഗുണം ലംബം, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്, ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ എടുത്താൽ 1 × 2 എത്ര? 2 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. പക്ഷെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ അളവല്ല, എന്നാൽ ഏരിയ 12 കിട്ടുകയും വേണം. അങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ വശങ്ങളാണ്, സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ചുരുക്ക രൂപത്തിലാണ് എഴുതുന്നത് അല്ലേ, വെട്ടിച്ചെറുതാക്കി ചുരുക്ക രൂപത്തിലാണ് എഴുതുന്നത്. അതായത് 1:2 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 1 ആണെങ്കിൽ വിഡ്ത്ത് 2 ആണ്. ഇനി ഹൈറ്റ് 2 ആണെങ്കിലോ വിഡ്ത്ത് എത്ര വരും? ഈ 1ന്റെ ഇരട്ടിയല്ലേ 2, അപ്പോൾ 2ന്റെ ഇരട്ടി 4 വരും. ഹൈറ്റ് 3 ആണെങ്കിലോ 6 വരും അല്ലേ. അതായത് നമ്മൾ ഈ 1ൽ നിന്ന് 2 എത്തിയത് എങ്ങനെയാണ്? ഇൻറ്റു 2 ചെയ്തപ്പോഴാണ് അല്ലെ. 1 × 2 അതേ മൾട്ടിപ്ലിക്കേഷൻ തന്നെ ഇവിടെയും ചെയ്യണം. 2 × 2 ആണ് 4. ഇനി നമുക്ക് 1ൽ നിന്ന് 3 കിട്ടണമെങ്കിൽ എന്താ? 1 × 3 ആണ് ഇവിടെ ചെയ്തത്. അത് തന്നെ ആയിരിക്കണം നമ്മൾ റൈറ്റ് സൈഡിലും ചെയ്യേണ്ടത്. 2 × 3 ആണ് 6 അല്ലേ. അതായത് നമുക്ക് ഏത് നമ്പറാന്ന് അറിയത്തില്ല, വശങ്ങൾ എത്രയാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ജനറലായിട്ട് എന്തെടുക്കും? ഓൾജിബ്രൈക് ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരും. അതായത് എക്സ് എന്നും പറഞ്ഞ് എടുക്കുന്നു. എക്സ് കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ ഇവിടെയും എക്സ് കൊണ്ട് ഗുണിക്കുന്നു. അതായത് ഒന്നാമത്തെ വശം ഹൈറ്റായിട്ട് നമ്മൾ എന്തെടുക്കും? ഹൈറ്റായിട്ട് 1x എന്നും എടുക്കും, വിഡ്ത്തായിട്ട് 2x എന്നും എടുക്കും. മനസ്സിലായി? നമ്മൾ ഓൾജിബ്ര റേഷ്യോയ്ക്കകത്ത് ഓൾജിബ്ര എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഈ പാർട്ട് തൊട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി ഏരിയ അഥവാ പരപ്പളവ് കാണാനായിട്ട് ഇത് തമ്മിൽ ഗുണിച്ചാൽ മതിയല്ലോ. അപ്പോൾ 1x × 2x ആണ് ഈ തന്നിരിക്കുന്ന 12. 1 × 2 2 തന്നെ, x × x x². അപ്പോൾ 2x² അല്ല ഈ 12 അല്ലേ. അപ്പോൾ x² എത്ര വന്നു? x² 6 എന്ന് വന്നു. ഇനി അതിൽ നിന്ന് എക്സ് നമ്മൾ കണ്ടുപിടിക്കും. ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് ഓൾജിബ്ര ഇൻറ്റു എക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എക്സ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യും. ഇനി നമ്മൾ പേജ് നമ്പർ 133 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്: ദ റേഷ്യോ ഓഫ് ദി ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 7:2. ഇതിൽ 2 പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ, രണ്ടാമത്തെ ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്. അതായത് ഒരു റെഗുലർ പോളിഗൺ അഥവാ സമഭുജമായിട്ട് വരുന്ന പോളിഗണിന്റെ ഇന്നറും ഔട്ടറും ആംഗിൾസ്, അകക്കോണും പുറക്കോണും തമ്മിലുള്ള റേഷ്യോ അംശബന്ധം 7:2 ആണ്. അങ്ങനാണെങ്കിൽ ഓരോ ആംഗിളും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ പോളിഗൺ ഏതാന്ന് പറഞ്ഞിട്ടുണ്ടോ? റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരാം, സ്ക്വയർ വരാം അല്ലേ. ഞാനിവിടെ 3 റെഗുലർ പോളിഗൺസ് വരച്ചിട്ടുണ്ട്. ഇത് 3 സൈഡുള്ളത്, ഇത് 4 വശമുള്ളത്, ഇത് 5 വശമുള്ളത്. ഇവിടെ ഞാൻ ഒരു ഇന്നർ ആംഗിളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് 3 എണ്ണത്തിനകത്തും. ഇനി ഓരോ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും, അതായത് അകക്കോണും പുറം കോണും കൂടെ കൂട്ടുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, 180 ഡിഗ്രി വരും അല്ലെ. ടോട്ടൽ മുഴുവനും കൂടെ ഈ ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന മുഴുവനും കൂടെ 180 ഡിഗ്രിയാണ് അല്ലെ. അത് നമുക്കറിയാം. പക്ഷേ ഇതിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസിന്റെ റേഷ്യോ ആദ്യം ഏതാണ്? ഇന്നർ ആംഗിൾ, പിന്നെ ഔട്ടർ ആംഗിൾ. അകക്കോൺ ഈസ്റ്റു പുറംകോൺ, അതാണ് 7:2 തന്നിരിക്കുന്നത്. റേഷ്യോ ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു 7:2.
അല്ലെ. അപ്പോൾ നമുക്കിവിടെ ഏത് പോളിഗൺ ആണെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തെടുക്കണം? ഇതിനെ 7x ഈസ്റ്റ് 2x ആക്കി എടുക്കണം അല്ലെ. 7x നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ഓൾജിബ്ര കൊടുക്കണം. ഓൾജിബ്ര കൊടുക്കുന്ന എക്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് തമ്മിൽ കൂട്ടുന്ന, അപ്പോൾ ഒരെണ്ണം 7 ആണെങ്കിൽ മറ്റേത് 2, ആ ഒരു രീതിയിലാണല്ലോ ഇന്നർ ആൻഡ് ഔട്ടർ. അപ്പോൾ 7x ആണ് ഇന്നർ ആംഗിൾ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ 7x ആയിട്ട് എടുക്കുന്നു. ഔട്ടർ ആംഗിളിനെ 2x ആയിട്ടും എടുക്കുന്നു. ഇനി ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 180 ആണെന്നറിയാം. അതായത് 7x + 2x = 180 ആണെന്ന് നമുക്കറിയാം. ഇനി 7xും 2xും കൂടെ കൂട്ടുന്ന എങ്ങനെയാണ്? 7 + 2 എത്രയാണ്? 9. അപ്പം 9x = 180. അങ്ങനെയാണെങ്കിൽ x എത്ര വരും? 180/9 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന അപ്പുറത്തുമ്പോൾ ഡിവിഷൻ ആവും. 180/9 എന്ന് പറയുന്നത് എത്ര വരും? 20 വന്നു. ഇതെന്താണ്? എക്സ് ആണ് 20. നമുക്ക് വേണ്ടത് 7xും 2xും ആണ് അല്ലെ. അപ്പോൾ അകക്കോൺ എത്ര വരും? 7x = 7 × 20. എക്സ് എത്രയാണ്? 20. ഇപ്പോൾ 140 ഡിഗ്രി എന്ന് വന്നല്ലോ. ഇനി 2xോ? 2 × 20. 2 × 20 എത്രയാണ്? 40. അപ്പം നമുക്ക് ഇന്നർ ആംഗിൾ അഥവാ അകക്കോൺ എന്ന് പറയുന്ന 140യും ഔട്ടർ ആംഗിൾ അഥവാ പുറം കോൺ എന്ന് പറയുന്നത് 40 കിട്ടി. ഇനി ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു. ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ എന്നുള്ളത് കഴിഞ്ഞു. പിന്നെ റെഗുലർ ആണ്. റെഗുലർ ആകുമ്പോൾ എല്ലാ കോണിന്റെ അളവും സെയിം ആണ്, എല്ലാ ആംഗിളിന്റെ അളവും സെയിം ആണ്. പിന്നെ ഹൗ മെനി സൈഡ്സ് ഓഫ് ദി പോളിഗൺ ഹാവ് എന്നുണ്ട്. അതായത് നമ്മൾ ഔട്ടർ ആംഗിൾ എങ്ങനെ കാണുന്നത്? ഒരു റെഗുലർ പോളിഗണിന്റെ പുറം കോൺ കാണുന്നത് എങ്ങനെയാണ്? ടോട്ടൽ 360നെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 360/n, അതായത് ഔട്ടർ ആംഗിൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? 40 ഡിഗ്രിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ n കാണാനായിട്ട് 360യെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. 0 ക്യാൻസൽ ചെയ്തു. 36/4 എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് = 9 എന്ന് കിട്ടിയല്ലോ. വശങ്ങളുടെ എണ്ണം = 9. മനസ്സിലായല്ലോ. ഇനി നമുക്ക് പേജ് നമ്പർ 133 തന്നെ രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. There are 4 right triangles in all with ratio of perpendicular sides 3:4. One more information of each triangle is given below. Calculate the lengths of all 3 sides of each. അപ്പോൾ ഇവിടെ 4 റൈറ്റ് ട്രയാങ്കിൾ ആണുള്ളത്. 4 എണ്ണത്തിനും 4 ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാം കൂടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒന്നാമത്തെ എന്താ പറയുന്നത്? ദ ഡിഫറൻസ് ഇൻ ലെങ്ത്സ് ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 24 മീറ്റർ. അപ്പം നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ റേഷ്യോ ആണ്, അംശബന്ധമാണ് 3:4. അതായത് ലംബമായിട്ട് വരുന്ന വശങ്ങളുടെ കർണം എടുക്കുന്നില്ല, ഹൈപ്പോട്ടന്യൂസ് എടുക്കുന്നില്ല. ലംബമായിട്ട് വരുന്ന വശങ്ങളുടെ അംശബന്ധം 3:4 ആണ്. അപ്പോൾ ഇവിടെ 3 എടുത്താൽ ഇത് 4 ആണ്. മനസ്സിലായോ? പക്ഷേ നമുക്ക് ആ ട്രയാങ്കിളിൽ ഡിഫറൻസ് ഇൻ ലെങ്സ് ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് 24 വരണം. നമ്മളിത് ചുമ്മാ അങ്ങ് ഡിഫറൻസ് എടുത്താൽ എത്ര വരും? 4-ന്ന് 3 പോയാൽ 1 ഉള്ളൂ അല്ലേ. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 24 മീറ്റർ ആണ് ഡിഫറൻസ് എന്ന്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഓൾജിബ്ര യൂസ് ചെയ്യണം. ഇതിന് 4x എന്നും ഇതിന് 3x എന്നും നമ്മൾ എടുക്കുന്നു. ക്ലിയർ ആയോ? 4xും 3xും എടുത്തു. ഇനി നമുക്ക് കാണേണ്ടത് 3 വശവും കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസും കണ്ടുപിടിക്കണ്ടേ അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കാണാനായിട്ട് നമുക്ക് അറിയാവുന്ന എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ കർണം സ്ക്വയർ = പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ പാദം ഇവിടെ എത്രയാണ്? 4x ആണ്. അപ്പോൾ 4x² പ്ലസ് ലംബം 3x ആണ്. 3x². 4x². അപ്പോൾ 4ന്റെ സ്ക്വയർ 16, എക്സിന്റെ സ്ക്വയർ x² പ്ലസ് 3ന്റെ സ്ക്വയർ 9, എക്സിന്റെ സ്ക്വയർ x². അപ്പോൾ 16 9 കൂടെ കൂട്ടുമ്പോൾ 25x² എന്ന് കിട്ടിയല്ലോ. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ് 25x². അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്ര വന്നു? അഥവാ കർണം എത്ര വന്നു? ഇതിന്റെ റൂട്ട് ഓഫ് 25x². റൂട്ട് 25 എത്രയാണ്? 5 ആണ്.
5x എന്ന് കിട്ടിയല്ലോ. എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്. അപ്പൊ ഈ വശം എത്ര വന്നു? കർണം അഥവാ ഹൈപ്പോട്ന്യൂസ് 5x എന്ന് വന്നു. ഇനി മൂന്നിന്റെയും നീളം കണ്ടുപിടിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഡിഫറൻസ് ഇൻ ലെങ്സ് ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് 24 മീറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും അല്ലേ പെർപെൻഡിക്കുലർ സൈഡ്സ്, അതിന്റെ വ്യത്യാസം. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 4x മൈനസ് 3x ഈക്വൽ ടു 24 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് എത്ര വന്നു? 4x മൈനസ് 3x എന്ന് പറഞ്ഞാൽ 1x. അതായത് എക്സ് എത്രയാണ്? 24 ആണ്. എക്സ് 24 ആണെങ്കിൽ 4xും 3xും കണ്ടുപിടിക്കാമല്ലോ. നമുക്കിവിടെ പേര് കൊടുക്കാം. നമുക്ക് 3 വശങ്ങളും കണ്ടുപിടിക്കണമല്ലോ. ആണെങ്കിൽ എ ബി എന്ന് പറഞ്ഞാൽ 3x അല്ലേ. അപ്പൊ 3 ഇൻറ്റു 24. അപ്പൊ 3x എത്രയാണ്? 3 ഇൻറ്റു 24. അതെത്ര വരും? 72 എന്ന് വന്നല്ലോ. ഇനി നമുക്ക് 4x കാണാം. 4x ബി സി ആണല്ലോ 4x. അപ്പൊ 4 ഇൻറ്റു 24 96 എന്ന് കിട്ടിയല്ലോ. ഇനി എ സി കാണണ്ട്. എ സി 5x അല്ലേ. അപ്പൊ 5 ഇൻറ്റു 24 120 എന്ന് കിട്ടിയില്ലേ. അപ്പൊ ഒന്നാമത്തെ പാർട്ട് കംപ്ലീറ്റ് ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദ പെരിമീറ്റർ ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 24 മീറ്റർ. ചുറ്റളവ് 24 മീറ്റർ ആണെങ്കിൽ ഓരോ വശവും കണ്ടുപിടിക്കണം. ഇപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റും ഉള്ള അളവുകൾ കൂട്ടുക. അപ്പൊ ഇവിടെ ഓരോ വശവും 3x 4x 5x ആണല്ലോ. അപ്പൊ 3 കൂടെ കൂട്ടിക്കുക. 3x പ്ലസ് 4x പ്ലസ് 5x ഈക്വൽ ടു 24 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 3ഉം 4 കൂടെ കൂട്ടുമ്പോൾ 7, 7 5 12. 12x ആണ് 24. അങ്ങനാണെങ്കിൽ എക്സ് എത്ര വന്നു? 24നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 2 എന്ന് വന്നല്ലോ. അപ്പൊ എക്സ് 2 ആണെങ്കിൽ 3x എത്ര, 4x എത്ര, 5x എത്ര നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ എക്സിന്റെ വാല്യൂ രണ്ടാമത്തേല് ഇതാണ് ഒന്നാമത്തത്, രണ്ടാമത്തത് എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടി. ഇതെല്ലാം നോക്കിക്കേ, മീറ്ററിലാണ് കിടക്കുന്നത്. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ മീറ്ററിലാണ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ മീറ്ററിലാണ് ഇവിടെ എഴുതുന്നത്. ആൻസർ എല്ലാം മീറ്ററിലാണ്. ഇനി എക്സ് 2 ആണെങ്കിൽ എ ബി എന്ന് പറഞ്ഞാൽ 3x അല്ലേ. 3x ഈക്വൽ ടു 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2 6 അല്ലേ. ഇപ്പൊ രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് 6 എന്ന് എഴുതാമല്ലോ. ഇനി 4x കാണണം. 4x എന്ന് പറഞ്ഞാൽ ബി സി ആണ്. 4 ഇൻറ്റു 2 8 വന്നു. അപ്പൊ ഇവിടെ 8 എന്ന് കിട്ടി. ഇനി എ സി എന്ന് പറയുന്ന 5x ആണ്. 5 ഇൻറ്റു 2 ഈക്വൽ ടു 10 മീറ്റർ. ഓരോന്നും മീറ്ററിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തതും കഴിഞ്ഞല്ലോ. ഇനി മൂന്നാമത്തത്, ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 24 സ്ക്വയർ മീറ്റർ. പരപ്പളവ് 24 ചതുരശ്ര മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഏരിയ അഥവാ പരപ്പളവ് കാണുന്ന സമവാക്യം അറിയാം. എന്താണ്? ഹാഫ് BH, ഹാഫ് പാദം ഗുണം ലംബം. അപ്പോൾ ഹാഫ് ഇൻറ്റു പാദം എത്രയാണ്? 4x ആണ്. ഇൻറ്റു ലംബം 3x ആണ്. അതാണ് 24 തന്നിരിക്കുന്നത്. ബേസ് 4x, ഹൈറ്റ് 3x. ഈ 4ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വന്നു അല്ലേ. ഇനി 2 ഇൻറ്റു 3 നമ്പേഴ്സ് ആദ്യം ഗുണിക്കണം. 2 ഗുണം 3 6. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഈക്വൽ ടു 24. അപ്പൊ എക്സ് സ്ക്വയർ എത്ര വന്നു? 24നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഗുണിച്ചിരിക്കുന്ന ഡിവിഷനായി മാറും. അപ്പൊ 4 എന്ന് കിട്ടി അല്ലെ. എക്സ് എങ്ങനെ കാണാം? സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ട് ഇടും. റൂട്ട് 4 എന്ന് പറയുന്നത് എത്രയാണ്? 2. എക്സ് 2 കിട്ടി. അപ്പൊ നമുക്ക് 3xും 4xും 5xും കാണാമല്ലോ. എക്സ് 2 കിട്ടി. അപ്പൊ 3x എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 എ ബി ആണ്. 3x. അപ്പൊ 3 ഇൻറ്റു 2 6 വന്നു. ഇനി ബി സി എന്ന് പറയുന്നത് 4x ആണ്. 4 ഇൻറ്റു 2 8 വന്നു. ഇനി 5x എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 2 10 വന്നു.
ചെറിയ നമ്പർ ആയതുകൊണ്ടാണ് ഞാൻ എഴുതി കാണിക്കാതെ. പിന്നെ നേരത്തതും സെയിം ആൻസർ തന്നെയാണ്. ഇനി നാലാമത്തത് ഹൈപ്പോട്ന്യൂസ് 24 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. കർണം 24 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ വശങ്ങളും കണ്ടുപിടിക്കണം. ഇനി പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ദ ലെങ്സ് ഇൻ മീറ്റേഴ്സ് ആൻഡ് സെന്റിമീറ്റേഴ്സ്. നമുക്കെല്ലാം ഇവിടെ മീറ്ററിലാണ് ചോദ്യത്തിൽ തന്നിരുന്നത്, അതുകൊണ്ട് ഇതെല്ലാം മീറ്ററിലാണ്. ഇനി നമ്മൾ ഈ മീറ്ററിനെല്ലാം സെന്റിമീറ്ററിലും ആക്കും. ആദ്യം നമുക്കിത് കംപ്ലീറ്റ് ആക്കാം. കർണം 24 മീറ്റർ. കർണം അഥവാ ഹൈപ്പോട്ന്യൂസ് എന്താണ് ഇവിടെ? 5x ആണ് അല്ലെ. 5x 24 മീറ്റർ ആണെങ്കിൽ x ഈക്വൽ ടു 24/5 എന്ന് കിട്ടിയില്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ ഫ്രാക്ഷനിലാണ് കിടക്കുന്നത് അല്ലെ. നമുക്ക് ഡെസിമൽ ആക്കി മാറ്റിയാലോ. 5 4s are 20 പോയിന്റ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 24നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4 പ്രാവശ്യം 20 വന്നു, റിമൈൻഡർ 4 വന്നു, മിച്ചം 4 വന്നു. അപ്പൊ നമ്മൾ ദശാംശം വിട്ടിട്ട് 0 ഇടുക, ആ 0യെ ഇറക്കി എഴുതുക. അപ്പൊ 40നകത്ത് 8 പ്രാവശ്യം അല്ലെ. അപ്പൊ 4.8 എന്ന് കിട്ടിയല്ലോ. അപ്പൊ എക്സിന്റെ വാല്യൂ 4.8 എന്ന് കിട്ടി. ഇനി പിന്നെ എന്താ തന്നിരിക്കുന്നത്? 5x. എ സി തന്നിട്ടുണ്ട്. എ സി എത്രയാണ്? 24 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് കോളവും നമുക്ക് എഴുതാം. എ സി 24 ആണ്. ഇനി ബി സിയും എ ബിയും വേണമല്ലോ. അപ്പൊ 3x കാണണം. അതായത് 3 × 4.8. 4.8നെ 3 കൊണ്ട് ഗുണിക്കുക. 14.4 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ എ ബിക്ക് 14.4 എന്ന് എഴുതാം. പിന്നെ 4x കാണണ്ടേ. 4x ഈക്വൽ ടു 4 × 4.8. അപ്പോൾ 4.8നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 19.2 എന്ന് വന്നു. 19.2. ഇതെല്ലാം മീറ്ററിലാണ് കിടക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം സെന്റിമീറ്ററിലും കൂടെ ആക്കണമെന്ന്. നമുക്കറിയാവുന്ന എന്താണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 24 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 24 കഴിഞ്ഞിട്ട് 2 0 ഇടുക. കണ്ടോ? 1 മീറ്റർ 100 സെന്റിമീറ്റർ. അപ്പൊ 24 മീറ്റർ 2400 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെ 2 0 ഇട്ട് വിട്ട് പോയാൽ മതിയല്ലോ. ഇനി 2 എന്ന് പറയുമ്പോൾ 200 ആവും. 6 എന്ന് പറയുന്നത് 600 ആവും. രണ്ടാമത്തെ. ഇനി മൂന്നാമത്തതും സെയിം നമ്പർ തന്നെയാണ്. പക്ഷെ നാലാമത്തത് ഡെസിമൽ ആണ് അല്ലെ. ഡെസിമൽ വരുമ്പോൾ ഇപ്പൊ ഇവിടെ നോക്കിക്കേ, 4.8 × 100. മനസ്സിലായോ? 4.8 × 100 എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി ഡെസിമൽ ഉള്ളതുകൊണ്ട് ഒരക്കം മാറ്റുമ്പോൾ 40, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 48 ആവും. പിന്നെ 100 കൊണ്ടായതുകൊണ്ട് അത് ആൻസർ എന്ത് വന്നു? 480. ഇനി 14.4നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 സ്ഥാനം മാറ്റി കുത്തിടണം. അതായത് 1440. ഇനി 19.2നെ 100 കൊണ്ട് ഗുണിക്കുമ്പം 1920. പിന്നെ 24നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2400. അപ്പം നമുക്ക് മീറ്ററിലും എഴുതി സെന്റിമീറ്ററിലും എഴുതി. ഇനി മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദ സൈഡ്സ് ഓഫ് 2 സ്ക്വയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 3:4. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദർ ഏരിയാസ്? അപ്പോൾ സൈഡ്സിന്റെ റേഷ്യോ 3:4 ആണ് 2 സ്ക്വയേഴ്സിന്റെ അല്ലെ. അപ്പോൾ ഒന്നാമത്തെ സ്ക്വയറും രണ്ടാമത്തെ സ്ക്വയറും ഉണ്ട്. അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ ആണ് 3:4. അപ്പം റേഷ്യോ ഓഫ് ദർ ഏരിയാസ്. ഏരിയ എങ്ങനെ കാണുന്നത്? സ്ക്വയർ ആയതുകൊണ്ട് സൈഡിന്റെ സൈഡ് അല്ലെ. അപ്പോൾ അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ. അപ്പോൾ ഒന്നാമത്തെ സമചതുരത്തിന്റെ വശത്തിന് 3x എന്നും രണ്ടാമത്തെ സമചതുരത്തിന്റെ വശത്തിന് 4x എന്നും എടുക്കാം. അപ്പോൾ 3:4 ആയതുകൊണ്ട് 3x എന്നും 4x എന്നും എടുത്തു. ഇനി അവയുടെ ഏരിയകളുടെ റേഷ്യോ ആണ് വേണ്ടത്. റേഷ്യോ ഓഫ് ദർ ഏരിയാസ്.
പരപ്പളവുകളുടെ അംശബന്ധം. അപ്പൊ എന്താ 3x², സൈഡ് ഇൻറ്റു സൈഡ്, വശം ഗുണം വശം എന്ന് പറഞ്ഞാൽ 3x സ്ക്വയർ അല്ലെ a² ഈസ് 4x². വശം ഗുണം വശം അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ അല്ലെ a² എന്നൊക്കെ പറയേ ഒരു വശമാണെങ്കിൽ അപ്പോൾ 3യുടെ സ്ക്വയർ 9, 9x² ഈസ് 16x² എന്ന് വന്നല്ലോ. അപ്പൊ ഈ 9x² ഈ നമുക്കറിയാം റേഷ്യോയെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. അപ്പൊ 9x²/16x² എന്ന് എഴുതാമല്ലോ. x² ക്യാൻസൽ ആയാലോ, ബാക്കി എന്തുണ്ട് 9/16. ഇതിനകത്ത് കോമൺ ആയിട്ട് ഒരു ഘടകവും ഇല്ല, കോമൺ ഫാക്ടർ ഇല്ല, പൊതുവായിട്ടൊരു ഘടകം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 9:16 എന്ന് എഴുതാമല്ലോ. അപ്പൊ അതാണ് ഇതിന്റെ പരപ്പളവുകളുടെ അംശബന്ധം, ഏരിയകളുടെ റേഷ്യോ. 3 ചോദ്യങ്ങളും മനസ്സിലായല്ലോ. അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.